ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. പരിശുദ്ധ സഭ ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അനുയോജ്യരായ ഇടയന്മാരെ സഭയെ നയിക്കുവാൻ ദൈവം കാലാകാലങ്ങളിൽ എഴുന്നേൽപ്പിക്കുന്നു. ആധുനിക മലങ്കര സഭയുടെ ചരിത്രത്തിന് രൂപം നൽകുവാൻ ദൈവം നിയോഗിച്ച ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് കല്ലാശ്ശേരി ബാബ, കുറിച്ചി ബാബ, വലിയ ബാബ എന്നൊക്കെ നാം സ്നേഹപൂർവ്വം വിളിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമേനി. താൻ മലങ്കര മെത്രാപ്പൊലിത്തയായും കാതോലിക്കയായും അവരോധിതനാകുന്നതിന് ഏകദേശം 2 ദശകങ്ങൾക്ക് മുമ്പ് മലങ്കരയിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ട കിഴക്കിന്റെ കാതോലിക്ക സിംഹാസനത്തിന് ഇവിടെ സുസ്ഥിരമായ അടിസ്ഥാനമിടുവാൻ കഴിഞ്ഞു എന്നതാണ് തിരുമേനിയുടെ മുഖ്യ സംഭാവന. കലഹങ്ങളും വ്യവഹാരങ്ങളും സഭാന്തരീക്ഷത്തെ കലുഷിതമാക്കിയ കാലഘട്ടത്തിലാണ് തിരുമേനി സഭാഭരണം കൈയേറ്റത്. അചഞ്ചലമായ ദൈവവിശ്വാസവും കഠിനമായ തപോനിഷ്ഠയും വേദപുസ്തകത്തിലും സഭാവിശ്വാസത്തിലുമുള്ള അഗാധ പാണ്ഡിത്യവും സഭാമക്കളെ നേർവഴിക്ക് നടത്തുവാനുള്ള പരിശുദ്ധാത്മ നൽവരവും അഗ്നി പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ തിരുമേനിയെ സഹായിച്ചു. സത്യം ജയിക്കും എന്ന മുദ്രാവാക്യം മുറുകെ പിടിച്ചുകൊണ്ടാണ് തിരുമേനി സഭാഭരണം കൈയേറ്റത്. തിരുമനസിന്റെ ജീവിതകാലത്ത് അനേകം വിഷമ പ്രശ്നങ്ങൾ അടിക്കടി ആവിർഭവിക്കുകയും തോൽവികളും അപമാനങ്ങളും സഹിക്കേണ്ടി വരികയും സ്ഥലം വിട്ടു പോകേണ്ട സാഹചര്യങ്ങൾ പോലും വന്നുകൂടുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴും വിജയവും സന്തോഷ സന്ദർഭങ്ങളും ഉണ്ടായിരുന്നപ്പോഴും തിരുമനസ്സുകൊണ്ട് ഒരുപോലെ പ്രസംഗവേദികളിലും ഇടയ ലേഖനങ്ങളിലും ഉച്ചസ്ഥരം ഘോഷിച്ച മുദ്രാവാക്യം ഇതായിരുന്നു: സത്യം ജയിക്കും. തിരുമേനി അഭിമുഖീകരിച്ച ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു സമുദായ കേസ്. 1951 ഡിസംബറിൽ കാതോലിക്ക കക്ഷികളുടെ റിവ്യൂ ഹർജി തള്ളിക്കൊണ്ട് തിരുക്കൊച്ചി ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു. കൽക്കട്ടയിലായിരുന്ന തിരുമേനി വിശ്വാസികളെ ധൈര്യപ്പെടുത്തുകയും ഇത് അവസാന വിധിയല്ല, ദുഃഖവെള്ളിയാഴ്ച കുഴിച്ചിടപ്പെട്ട സത്യം ഞായറാഴ്ച ഉയർത്തതുപോലെ അവസാനം സത്യം ജയിക്കും, ചഞ്ചലപ്പെടാതെ ധൈര്യമായിരിക്കാം എന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. ആ പരിശുദ്ധ പിതാവിന്റെ സന്ദേശം അക്ഷരപ്രതി ശരിയായിരുന്നു എന്ന് തുടർന്നുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നു. 1958 സെപ്റ്റംബർ 12 ബാബ തിരുമേനിയിലേക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി പ്രസ്താവിക്കപ്പെട്ടു. സഭാ സമാധാനത്തിന് ശേഷം അങ്ങിങ്ങായി മുളച്ചു വന്നിരുന്ന മുള്ളുകളെ മുളയിലെ നുള്ളിക്കളയുവാൻ തിരുമേനി മുൻകൈയെടുത്തു. 1960 പീലക്സിനോസ് മെത്രാപ്പൊലിത്ത സഭാ സമാധാനത്തിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധ ബാബയുടെ ഭരണകാലത്ത് ഇതം പ്രഥമമായി ഒരു മെത്രാപ്പൊലിത്താമേൽ നടപടിയെടുത്ത നിരോധനം കൊടുക്കേണ്ടി വന്നു. 1964 ജനുവരി 3 കാലം ചെയ്യുന്നതുവരെ മലങ്കര സഭാ സ്വാതന്ത്ര്യം, കാതോലിക്ക സ്ഥാപന നിലനിൽപ്പ് എന്നിവയ്ക്കായി അക്ഷീണനായി പോരാടി. എന്ത് പ്രയാസമുണ്ടാകുമ്പോഴും തന്റെ ഗുരുവും പുണ്യശ്ലോകനുമായിരുന്ന പരിമള തിരുമേനിയുടെ കബറടത്ത് ചെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് നമുക്ക് ഒരു വലിയ മാതൃകയാണ്. സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി അങ്ങേയറ്റം അധ്വാനിച്ച സഭാസ്നേഹിയായ ബാബ തിരുമേനി സഭയുടെ സമാധാനത്തിനും ഐക്യതയ്ക്കും വേണ്ടി അന്ത്യോക്യ സന്ദർശനം വരെ നടത്തി. സീനായ് മേഘഗംഭീര മുഴക്കം തങ്കമെഴും താതാ, ഓഫീർ തങ്ക മനോഹരനെ, ഷാരോൻ പനിമല സുന്ദരനെ, കർമ്മേൽ മല പോലുന്നതനെ എന്ന് ബാബ തിരുമേനിയെ കുറിച്ച് സഭാകവി PC ചാണ്ടി രചിച്ച വരികൾ എത്ര അന്വർത്ഥമാണ്. എബ്രായർ 13:7 ഇപ്രകാരം പറയുന്നു: നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനമോർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ആ വന്യപിതാവ് തിരുബലി അർപ്പിച്ച ഈ പരിശുദ്ധ മദ്ബഹ നമുക്ക് ഒരു അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ജയ് ജീസസ് ക്രൈസ്റ്റ്.